ലക്ഷ്മി ഈ സ്റ്റാർ മാജിക് ഫ്ലോറിൽ ഇപ്പോ സ്റ്റിൽ ഏറ്റവും പവറിൽ അടിക്കുന്ന ആരാണ് സിദ്ദിഖ ഏറ്റവും പവറിൽ അടിക്കുന്നത്? സിദ്ദിഖ എന്റെ എത്ര അടി കൊണ്ടുണ്ട്? ഒരുപാട് അടി, നല്ല സൂപ്പർ അടിയാണ് എന്റെ. അത് പെട്ടെന്നൊരു വരുത്തം വന്നിട്ട് ഇവിടെ വന്ന് എന്നെ അടിച്ചിട്ട് പോവാൻ പറ്റും. ഞാനുള്ളപ്പം എന്റെ ഭർത്താവിന്റെ മേത്ത് വേറൊരാ ചേട്ടൻ പറയട്ടെ, നീ ഗെയിമല്ലേ, കളിയിലുള്ളതാണിത്. അല്ല, അത് എന്ത് ഗെയിം ആണെങ്കിലും ഇനി എത്ര വലിയ ജാസ്തനാണെങ്കിലും ഞാനുള്ളപ്പം എന്റെ ഭർത്താവിനെ ഞാൻ സമ്മതിക്കില്ല. മുമ്പിൽ നടി കാണണ്ട, മുമ്പെന്നാണെങ്കിലും ബാക്കെന്നാണെങ്കിലും പുള്ളിയെ തുടർന്നെങ്കിലും ഞാൻ ഇവിടുന്ന് പോണം. ഗെയിമല്ല ദുർഗ, എന്ത് ഗെയിം ആണെങ്കിലും ശരി. എല്ലാവർക്കും മനസ്സിലായി ഷിയാസിന്റെ മനസ്സിൽ അത്രയും ആഗ്രഹമുണ്ട് എന്നെ അടിക്കണമെന്ന്, അല്ലേ? ഞാനിതൊരു ഗെയിമായിട്ട് കണ്ടേക്കണേ. ഷിയാസ് ഒരു പക്ഷെ ഗെയിമായിട്ടായിരിക്കും, ദുർഗ പക്ഷെ ലൈഫായിട്ടാണ് കാണുന്നത്. ഷിയാസെ ഇവര് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഷിയാസിന്റെ അടി എന്ന് പറഞ്ഞാൽ സത്യം പറയട്ടെ ഒരു 1.5 അടിയാണ് കേട്ടോ. അത് ശരിയാവില്ലേ ഷിയാസെ? കുഴപ്പമില്ല, ഒറ്റടിയില്ലേ ഷിയാസ് കൊടുത്തു. അർജുൻ ബ്രോ ഫ്രണ്ടിലേക്ക്, ദുർഗ മാറ്. എനിക്കിത് കണ്ടിട്ട് മനസ്സ് വരുന്നില്ല മോത്തേക്കൊക്കെ. അതാണ് സാധാരണ ആംഗളമാരൊക്കെ പെങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന് ബ്രോ പറ, ബ്രോ അർജുൻ ബ്രോ പറ, ഞാൻ തല്ലണ്ടേ ബ്രോ പറ, തല്ലണ്ടേ പറ. നിങ്ങളെ ടീമിൽ നിന്ന് ആര് തല്ലണം നിങ്ങൾ തീരുമാനിക്കുക. തല്ല് കൊള്ളാൻ ഞാൻ റെഡിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അർജുൻ എന്നെ അടിച്ചോളൂ, അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അടി ഏറ്റുവാങ്ങണ്ടേന്ന് പറയുന്ന അർജുന്റെ തറവാടിത്താണ്. അടിക്കാണ്ടിരിക്കണം നമ്മുടെ ഒരു അതെ തറവാടിത്താണ്, നമ്മുടെ തറവാടിത്തമാണ്. എങ്ങനെ തറവാട്? എന്റെ തറവാടിലത്തെ തറവാടത്തും പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ ടീം തീരുമാനിച്ചോട്ടെ, ഞാൻ ഇടപെടുന്നില്ല. എനിക്കതല്ല, നമ്മുടെ ടീമിലെ ക്യാപ്റ്റൻ ഇങ്ങനെ തിരിയുന്ന എന്താണ്? ഗെയിമും പോവും നിങ്ങളും പോവും. അല്ല, ഞാൻ കാണിച്ചു തരേ. അർജുൻ അടിക്കണമെന്ന് താല്പര്യമുള്ളവർ കൈബുക്കുക. അടിക്കരുത്, അർജുൻ അടിക്കരുത്. അല്ല, നമ്മൾ അന്തസ്സായിട്ട് വാങ്ങണം. നമുക്ക് കിട്ടേണ്ട അടി നമ്മൾ അല്ല, നമ്മൾ ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല, അല്ലേ? അത് അദ്ദേഹമാണല്ലോ മേടിക്കുന്നത്. നിനക്ക് വല്ലവരോട് അടി മേടിച്ചോളാം പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ ബിനു അടിമല്ല, ഞങ്ങൾ അന്തസ്സുള്ള ടീമാണ്. ഞങ്ങൾ അടി കൊണ്ടുവരും. നിങ്ങൾ കൊണ്ടോ? അതെ, അല്ല, എന്റെ കൂടെ 3 അടി ഷെയർ ചെയ്യാനിട്ട് ഒരടി ആളും വാങ്ങാൻ തയ്യാറാണെന്ന് ആള് പറയുന്നത്. ഞാൻ തയ്യാറാണ്. അവൻ അടി കിട്ടിയാലും കിട്ടിയാലും ഷെയർ ഇടുന്ന ആളാണ്. നമ്മള് അന്തസ്സോടുകൂടി പറയുന്നു, നമ്മൾ അടി വാങ്ങാൻ തയ്യാറാണ്. മതി മതി മതി, ഞാൻ അടിക്കുന്നില്ല. എനിക്കിത് കേട്ടാ മതി. നീ അടിച്ചിട്ട് പോയാ മതി. എനിക്കിത് കേട്ടാ മതി. നീ അടിച്ചിട്ട് പോയാ അന്തസ്. പക്ഷെ ഇത് ദുർഗയ്ക്ക് വേണ്ടി മാത്രം കേട്ടോ. ദുർഗയ്ക്ക് വേണ്ടി ദുർഗ അടിച്ചോ, അടിക്കും. എന്റെ ആ പേരിൽ ഒരു കെട്ടിപ്പിടുത്തം വല്ല കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞോ നാടകം? കഴിഞ്ഞോ ഡിസപ്പോയിന്റഡ് ആയി. അത് ദുർഗയ്ക്ക് ആ ഒരു കെയർ കണ്ടിട്ട്, എന്നോടുള്ള കെയർ കണ്ടപ്പോ ആള് വിഷമായി പോയതാണ്. അതാണ് പുള്ളിക്ക് തല്ലാത്തല്ല, കെയർ ചെയ്യണ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഗസ്റ്റിനെ അടിച്ചിട്ടില്ല. ഒരു ഗസ്റ്റിനെ ഞാൻ അടി കൊണ്ടിട്ടുള്ളൂ. എല്ലാവരും ഞാൻ അടിക്കാറില്ല ആരും. അർജുൻ അടിച്ചോട്ടെ. കെട്ടിയവനെ തല്ലി പോണേന്ന് ഇതെന്നാ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത്. ഇതെന്തേ താമസിച്ചു എന്നോർത്തിരിക്കുവായിരുന്നല്ലേ. ഇതിനു വേണ്ടിട്ടായിരുന്നു ആ കെയറിങ്. അല്ല, ഇതിനു വേണ്ടിയുള്ള ആക്ടിങ് ആയിരുന്നു. ഞങ്ങളുടെ ബ്രദറിനെ എങ്ങനെ അടിക്കണ്ട. അപ്പം നമുക്ക് ഈ ബ്രദറും വേണം, ഈ സിസ്റ്ററും വേണം. നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. ഈ അടി ഉണ്ണേട്ടിന് പകരം നമ്മുടെ അസിസ്കേട്ട വരൂ. മതി. നല്ലൊരു കൈ. ആഹ്ലാദിപ്പിൻ ബാബ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജയിപ്പിക്കുന്നു. എന്തായാലും ഞാൻ ജയിപ്പിക്കുന്നു. ഞങ്ങളെ ജയിപ്പിക്കുന്നു. ഞാൻ അടിക്കില്ല. ഞാൻ ആരടിക്കില്ല എപ്പിസോഡിൽ. അപ്പൊ എന്നെ ആരും അടിക്കൂലേ? ഈ വിഷമത്തിലാണോ ഷിയാസെ? ഷിയാസ് നോയമ്പ് കഴിഞ്ഞിട്ട് വേറെ റൂട്ടിൽ പോകാനുള്ള താടി വളർത്തിക്കൊണ്ടിരിക്കുക. ഞാനേ പെങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുത്തു. എന്താ പെങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുത്തു. ഇനിയിപ്പോ അവൻ ആലുവ വഴി കാണണ്ടേ എങ്ങനെയാണ്? അടി ഒന്ന് കാണണം. വരൂ. 1 മില്യൺ ആണ് പുള്ളിയുടെ ഒരടിയുടെ തൂക്കം. അല്ല, ഞാനിപ്പോ ഈ എപ്പിസോഡിൽ ആരടിക്കില്ല. ചെല്ലടാ, പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആശാനാണ്. അല്ല, എന്റെ അടി പറഞ്ഞ കേട്ടില്ല. എന്റെ സ്വഭാവം ഞാൻ മർമ്മം നോക്കി ഒരു കുത്തങ്ങന്നല്ലോ. ദുർഗ പറഞ്ഞ അടിക്കാം. ആരെങ്കിലും അടിക്കേ. ഇതാണ്
ഷിയാസിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ആ ഒരു ചാട്ടടിയിലേക്ക് പോവാണ് നമ്മള്. പതുക്കെ അടിച്ചാൽ നീ നമ്മൾ ചോര ലൈവ് ആയിട്ട് കാണണമെങ്കിൽ ഫ്രണ്ടിൽ ഒന്ന് ആ വൈറ്റ് ഷൂസിൽ ചോര തെറിക്കുവേ ദൈവമേ അത് ചീറ്റി പോകാതിരിക്കണേ. അടിക്കട്ടെ അടിച്ചടിച്ചടിച്ചു 3 അടി അല്ല ഒറ്റ അടിയുള്ളൂ. ഒരെണ്ണം. ഒരടി 3 അടിക്ക് പകരം ഒരടി അടിച്ചാൽ മതി. അതിൽ അടിയാ 1 എന്ത് സന്തോഷം നോക്കിയാണ് എന്നെ അടിക്കാൻ. 3 എങ്ങനെയുണ്ട്? നിങ്ങൾ രക്ഷപ്പെട്ടതാട്ടാ. അളിയാ വെൽക്കം. അളിയാ ഓടിക്കോ അളിയാ. എനിക്കിപ്പോ അർജുൻ ചേട്ടൻ അടിച്ച പോലെ തന്നെ അസീസിനെ അർജുനേ എന്ന് പറഞ്ഞ അടിച്ചേ അത് ഞങ്ങൾക്ക് മനസ്സിലായി. അളിയാന്ന് പറഞ്ഞിട്ട് രണ്ടിലും ആ ഉണ്ടല്ലോ അസീസും അർജുനും.